എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്പകാര്യം ചിന്തിക്കാം. ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു ചോദ്യരൂപണ ഉള്ള ഒരു കാര്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് വിചാരിക്കും. ഇത് എന്നോട് ചോദിച്ച ചോദ്യമല്ല, മൊത്തത്തിൽ എഴുതിയ ഒരു കാര്യമാണ്. ആദിയിൽ ഉണ്ടായിരുന്ന വചനമാണോ വേദപുസ്തകത്തിൽ ഉള്ളത്? ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്ന വചനമാണോ യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ഉള്ളത്? ഇതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം അറിയാവുന്നവരിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. വളരെ അർത്ഥമുള്ള ഒരു ചോദ്യം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പം ഏതാണ് ആദിയിൽ ഉണ്ടായിരുന്ന വചനം? ഈ വചനം എന്ന് ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തെ മുഴുവൻ ഉദ്ദേശിച്ചാണോ എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തെ മൊത്തത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമെന്നാണ് പറയാറുള്ളത്. തിരുവെഴുത്തെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഈ വചനം അത് ഏതാണ്, എന്താണ് എന്നുള്ളതാണ് സംശയം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനമെന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? വചനമെന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ലോഗോസ് എന്നുള്ള ഗ്രീക്ക് പദത്തെയാണ് വചനം എന്ന് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ആത്മസ്വരൂപനായി ഇരുന്ന കാലത്ത് ക്രിസ്തുവിൻ്റെ പേരാണ് വചനം എന്നുള്ളത്. ആ വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പേരിൻ്റെ അർത്ഥം അതും വചനം എന്ന് തന്നെയാണ്. കാരണം ദൈവം സംസാരിച്ചിട്ടുള്ളതെല്ലാം യേശുക്രിസ്തുവിൽ കൂടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ തിരുവെഴുത്തുകൾ മുഴുവൻ ക്രിസ്തുവിൽ കൂടെ സംസാരിച്ചിട്ടുള്ളതാണ്. ക്രിസ്തു വഴി മനുഷ്യർ എഴുതിയിട്ടുള്ളതാണ് ഈ തിരുവെഴുത്തുകളെല്ലാം. അതുകൊണ്ട് മൊത്തത്തിൽ യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും ദൈവത്തിൻ്റെ വചനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന് ഈ പേര് കൂടാതെ പല സ്ഥാനപ്പേരുകൾ വേദപുസ്തകത്തിൽ പറയുന്നു. അതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 51 നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 51:9 യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിൽ വെള്ളത്തെ തന്നെ പറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? ഇവിടെ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. ഇപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾ
എഴുതുന്നതിന് മുമ്പുള്ള കാലം പൂർവകാലം. ആ പൂർവകാലങ്ങളിൽ യേശുക്രിസ്തു വഴിയാണ് യഹോവ സംസാരിച്ചിട്ടുള്ളത്. മിസ്രൈമിൽ നിന്ന് പോരുന്ന വഴിയിൽ അവിടെ മിസ്രൈമിൽ പല അത്ഭുതങ്ങൾ ചെയ്തു. ഈ അത്ഭുതങ്ങളെല്ലാം യേശുക്രിസ്തു വഴിയാണ് മോശ ചെയ്തിരിക്കുന്നതെന്നാണ്. അതിന് ശേഷം അവർ ചെങ്കടൽ കടക്കുവാൻ വരുന്നു. അവിടെ ചെങ്കടലിനെ വറ്റിക്കും, അതായത് അവർക്ക് കടന്നു പോരത്തക്ക വിധത്തിൽ ചെങ്കടലിനെ വിഭാഗിച്ചു. അവിടെയും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം, 16-ാം വാക്യം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി. അപ്പോൾ ഇവിടെ യഹോവയുടെ വചനങ്ങളെയും മറ്റൊരാൾ സംസാരിക്കുന്ന വിധത്തിൽ പറയുമ്പോൾ ആ സംസാരിക്കുന്ന ക്രിസ്തുവിനെയും വചനമെന്ന് വിശേഷിപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. മറ്റൊരിടത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് എൻ്റെ ദാസൻ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വീണ്ടെടുപ്പുകാരൻ, മധ്യസ്ഥൻ, ഇങ്ങനെയുള്ള പല സ്ഥാനപ്പേരുകൾ യേശുക്രിസ്തുവിന് നൽകി. നമുക്ക് യെശയ്യാവിൻ്റെ പ്രവചനം 55-ന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. 11-ാം വാക്യം. എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പിതാവായ ദൈവം പറയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം. അത് ദൈവത്തിൻ്റെ വചനങ്ങളെ കുറിച്ചാണ്. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ ഈ വചനം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ദൈവത്തിൻ്റെ പ്ലാനുകളെയും അത് നിവർത്തിക്കുന്ന യേശുക്രിസ്തുവിനെയും വചനം എന്ന് ഉപമിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തുക, അത് സാധിക്കുക. അവിടെയും യേശു വചനമായിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? മനുഷ്യനെ വീണ്ടെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. യേശുവിനെ അയച്ചത് തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കുകയാണ് യേശുക്രിസ്തു ചെയ്യുന്നത്. ആ വചനം നിവർത്തിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രവൃത്തിയിലും ആസ്തിക്യ രൂപത്തിൽ യേശു ദൈവത്തിൻ്റെ വചനമായിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ വചനത്തെക്കുറിച്ചുള്ള ഇരുവിധത്തിലുള്ള അറിവ് നമുക്ക് ഉണ്ടാകേണ്ടതാണ് ആവശ്യം. പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ തിരുവെഴുത്തുകളെ മൊത്തത്തിൽ ദൈവത്തിൻ്റെ വചനമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ വചനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവയുടെ വായായിട്ടാണ് യേശുക്രിസ്തു ഇരിക്കുന്നതെന്നാണ്. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും എന്നുള്ള അർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അത് അറിയിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്ന വചനമെന്ന വിധത്തിലും യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആത്മജീവിയായിരുന്ന വചനം
ജഡരൂപത്തിലായി എന്നാണ്. കന്യാമറിയാമിൽ കൂടി ജഡശരീരം സ്വീകരിച്ചു എന്നാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനം എന്ന് പറയുന്നതിൻ്റെ ആ ഒന്നിൽ കൂടുതലുള്ള അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയം നീങ്ങിക്കിട്ടും എന്നുള്ളതാണ്.